നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. അപ്പം എങ്ങനെയാ ക്രിസ്ത്യാനോ ആരാധകരെ പൊളിക്കുകയല്ലേ? യെസ്, വാർത്ത എത്തിയിരിക്കുന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോ സമരം അവസാനിപ്പിച്ചിരിക്കുന്നു. പോർച്ചുഗീസ് മാധ്യമം എബോലയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. ആരിൻ പാൽമ അവരുടെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ? സ്ട്രൈക്ക് എൻഡ്സ്, റൊണാൾഡോ വിൻസ് ബാറ്റിൽ ആൻഡ് റിട്ടേൺസ് ടു പ്ലേ. ഈ പോരാട്ടം ക്രിസ്ത്യാനോ ജയിച്ചിരിക്കുന്നു, സമരം അവസാനിപ്പിച്ചിരിക്കുന്നു, ക്രിസ്ത്യാനോ ഇതാ കളിക്കാൻ ഇറങ്ങാൻ പോകുന്നു എന്നാണ്. അപ്പോൾ ഒരുപാട് ആവശ്യങ്ങൾ ഉണ്ടായിരുന്നു, നമുക്കറിയാലോ. അതിൽ പ്രധാനമായിട്ടും എബോലയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നൊരു കാര്യമുണ്ട്. അൽ നസറിലെ ചില എംപ്ലോയീസിൻ്റെ സാലറി ഒന്നും കിട്ടിയിട്ടില്ല, അത് കൊടുക്കണമെന്ന് ക്രിസ്ത്യാനോ ആവശ്യപ്പെട്ടിരുന്നു. പിന്നെ സിമാവോ കുട്ടീഞ്ഞയുടെയും അതുപോലെ തന്നെ സെമേഡയുടെയും ആ ഒരു പവേഴ്സ് തിരികെ കൊടുക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരുന്നു. സോ സിമാവോ കുട്ടീഞ്ഞക്കും ഹോസെ സമേഡക്കും ആ ഒരു പവേഴ്സ് തിരികെ കിട്ടിയിട്ടുണ്ട് എന്നൊക്കെയാണ് ഇപ്പോൾ എബോല റിപ്പോർട്ടിന്. എബോലയുടെ റിപ്പോർട്ടിലേക്ക് നമ്മൾ വിശദമായിട്ട് പോവുകയാണ്. അല്ല, അവർ പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയും സൗദി ഫുട്ബോൾ അധികൃതരും തമ്മിലുണ്ടായിരുന്ന ആ ഒരു ശീതസമരമെന്നോ എന്ത് വിളിക്കാമെങ്കിലും ആ CR7 സ്ട്രൈക്ക് ഇതാ അവസാനിച്ചിരിക്കുകയാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ പ്രൊട്ടസ്റ്റ് അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ AFC ചാമ്പ്യൻസ് ലീഗ് 2 മത്സരം, അത് തുർക്ക്മെനിസ്ഥാൻ ക്ലബിനെതിരെയാണ്. ആ മത്സരം ബുധനാഴ്ച രാത്രി ഇന്ത്യൻ സമയം 7:15 അർക്കാഡാഗിനെതിരെ. അത് എവേ മത്സരമാണ്, ആ കളിക്ക് ക്രിസ്ത്യാനോ ഉണ്ടാവില്ല. പക്ഷേ ശനിയാഴ്ചയിലെ മത്സരം അൽ ഫത്തേഹിനെതിരെ അൽ നസർ ഇറങ്ങുമ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ ടീമിനൊപ്പം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ എബോല റിപ്പോർട്ട് ചെയ്യുന്നത്. ക്രിസ്ത്യാനോ ശനിയാഴ്ച കളിക്കളത്തിലേക്ക് മടങ്ങിയെത്തുന്നു. എന്താ ഒരു വിശദമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. CR7 ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന്, ഈ പറഞ്ഞ പോലെ എംപ്ലോയീസിൻ്റെ സാലറി കൊടുക്കുക എന്നുള്ളത്, അത് സംഭവിച്ചിരിക്കുന്നു. കൂടാതെ ഹോസെ സെമേഡക്കും സിമാവോ കുട്ടീഞ്ഞക്കും ആ പവർ റീഗെയിൻ ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ സ്പോർട്ടിംഗ് ഡയറക്ടറും CEO ഒക്കെ ആയിരുന്നു ഈ രണ്ടുപേര്. ഇവർ രണ്ടുപേരും അവരുടെ പവർ കട്ട് ചെയ്തു. ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് താരങ്ങളൊന്നും അവർക്ക് എത്തിക്കാൻ പറ്റിയില്ല. ഈ 2 പോർച്ചുഗീസ് ഡയറക്ടേഴ്സിനും അവരവരുടെ പവർ ഇതാ തിരികെ കൊടുത്തിരിക്കുകയാണ് എന്നാണ് ഇപ്പോൾ എബോല റിപ്പോർട്ട് ചെയ്യുന്നത്. അത് അവർ വിശദമായിട്ട് പറയുന്നുണ്ട്. അവരെ ഈ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ വിൻ്റർ ട്രാൻസ്ഫർ മാർക്കറ്റിൽ കീ പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നതിൽ നിന്ന് തടയാൻ വേണ്ടിയിട്ട് അവരുടെ പവേഴ്സ് കട്ട് ചെയ്തിരുന്നു. അതിപ്പോൾ തിരികെ കൊടുത്തിരിക്കുന്നു. ഹോസെ സെമേഡോ ആൻഡ് സിമാവോ കുട്ടീഞ്ഞോ റീഗെയിൻ പവർ എന്നാണ് എബോല റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ സംഗതി എന്തായാലും ക്രിസ്ത്യാനോ റൊണാൾഡോ ഇതാ കളിക്കളത്തിലേക്ക് മടങ്ങി വരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അവസാനിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. അർക്കാഡാഗിനെതിരെയുള്ള ബുധനാഴ്ചയിലെ മത്സരം അദ്ദേഹം കളിച്ചില്ലെങ്കിലും ശനിയാഴ്ച, അതായത് ഫെബ്രുവരി 14 രാത്രി ഇന്ത്യൻ സമയം 11 മണിക്ക് അൽ ഫത്തേഹിനെതിരെയുള്ള കളിയിൽ CR7 ഉണ്ടാകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.